നമസ്കാരം. ഇന്നത്തെ യുദ്ധതന്ത്രങ്ങളിൽ ഡ്രോണുകളുടെ പങ്ക് പറഞ്ഞറിയിക്കാവുന്നതിനും അപ്പുറമാണ്. പശ്ചിമേഷ്യയിൽ നടന്ന സംഘർഷത്തിൽ നിർണായക പങ്കായിരുന്നു ഡ്രോണുകൾക്കുണ്ടായിരുന്നത്. ഇറാനിൽ നാശം വിതച്ച ഇസ്രായേലി ഡ്രോണുകളെയും അതിനു മുമ്പ് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ വിട്ട് ഇന്ത്യൻ മിസൈലുകൾ തകർത്ത് പൊടിയാക്കിയ തുർക്കിയുടെ ഡ്രോണുകളും റഷ്യൻ വ്യോമതാവളങ്ങളിൽ നാശം വിതച്ച ഉക്രൈന്റെ ഡ്രോണുകളുടെയും പ്രകടനങ്ങൾ നാം കണ്ടതാണ്. കുറഞ്ഞ ചിലവിൽ പരമാവധി ആഘാതം എതിരാളികൾക്ക് ഏൽപ്പിക്കുക എന്നതാണ് ഡ്രോണുകളുടെ യുദ്ധമുറകളുടെ പ്രധാന ലക്ഷ്യം. ഡ്രോണുകൾ മതിക്കുന്ന വിലയേറിയ സൈനിക ആസ്തികൾ പോലും നിസ്സാര തുകയ്ക്ക് നിർമ്മിക്കാവുന്ന ഡ്രോണുകളും തകർക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെയും റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും കണ്ടതാണ്. ഇന്ത്യയുടെ ആയുധ ശേഖരത്തിന് കരുത്തു പകരുന്നതിനായി ആളില്ലാ പറക്കും തോക്ക് ഡ്രോണുകൾ വികസിപ്പിച്ചിരിക്കുകയാണ് ഒരു ഇന്ത്യൻ കമ്പനി. കണ്ടാൽ ഒന്നാം തരം ഡ്രോൺ, പ്രവൃത്തിയിലോ ഉന്നം തെറ്റാതെ വെടിവെക്കുന്ന യന്ത്രത്തോക്കും. ഇന്ത്യൻ കമ്പനിയായ BSS മെറ്റീരിയൽ ലിമിറ്റഡ് ആണ് പുതിയൊരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ആളില്ല പറക്കും തോക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. റഷ്യൻ അസോൾട്ട് റൈഫിളായ AK-203 എന്ന തോക്കിന്റെയും ഡ്രോണിന്റെയും സങ്കര സൃഷ്ടിയാണ് ഈ പറക്കും തോക്ക്. സൈനികർക്ക് സുരക്ഷിതമായി എതിരാളികളെ നേരിടാൻ സാധിക്കുന്ന തരത്തിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. താഴ്ന്ന ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഡ്രോണുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൈനികർ നേരിട്ട് ശത്രുവിന്റെ അടുക്കലേക്ക് പോകാതെ സുരക്ഷിതമായി എതിരാളികളെ നേരിടാൻ ഇത് സഹായിക്കും. ഭീകരവിരുദ്ധ ഓപ്പറേഷനുകൾ, അതിർത്തി സുരക്ഷ, നഗരയുദ്ധം തുടങ്ങിയ മേഖലകളിൽ വളരെ പ്രായോഗികമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വേഗത, കൃത്യത, കരുത്ത് എന്നിവയിൽ മികച്ച പ്രകടനം ഈ ഡ്രോണും അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന AK-203 റൈഫിളും പരീക്ഷണങ്ങളിൽ കാഴ്ചവെച്ചതായും കമ്പനി വ്യക്തമാക്കുന്നു. എതിരാളികളുടെ പ്രതിരോധ സംവിധാനങ്ങൾ വെട്ടിച്ച് കടന്നു കയറുവാനും ദുർഘട സാഹചര്യങ്ങൾ കൃത്യതയോടെ ആക്രമണം നടത്തുവാനും ഈ ഡ്രോണിന് കഴിയും. കുറഞ്ഞ ചെലവിൽ പരമാവധി ആഘാതം സൃഷ്ടിക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഇന്ത്യയിൽ ആദ്യമായി വികസിപ്പിച്ചെടുത്ത AI അധിഷ്ഠിത ആയുധമാണിത്. പരീക്ഷണ വേളയിൽ ഡ്രോണിന്റെ AI പ്ലാറ്റ്ഫോം 300 മീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ തിരിച്ചറിയുകയും 600 മീറ്റർ വരെ അവയെ കൃത്യമായി നേരിടുകയും ചെയ്തു. ആയുധത്തിന്റെ ഫലപ്രദമായ പരിധി 1000 മീറ്റർ ആണ്. കുറഞ്ഞ ദൃശ്യപരതയിൽ ലക്ഷ്യങ്ങൾ കണ്ടെത്താനും കാറ്റ്, താപനില, ദൂരം എന്നിവ അടിസ്ഥാനമാക്കി ബാലിസ്റ്റിക് പാതകൾ കണക്കാക്കാനും കഴിവുണ്ട്. എൻക്രിപ്റ്റ് ചെയ്ത ഒരു റിമോട്ട് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് വഴി ആയുധം പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കും. എന്തായാലും വിലയേറിയ സൈനിക ആസ്തികൾ പോലും നിസ്സാര തുകയ്ക്ക് നിർമ്മിക്കുന്ന ഡ്രോണുകൾ തകർക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഉക്രൈനെതിരെ റഷ്യയുടെ ഡ്രോൺ ആക്രമണം നടന്നതും റഷ്യക്കെതിരെ ഉക്രൈൻ തിരിച്ചടിച്ചതും നാം കണ്ടതാണ്. 400-ലേറെ ഡ്രോണുകളാണ് ഉക്രൈനെതിരെ റഷ്യ തൊടുത്തുവിട്ടത്. ഉക്രൈനെതിരെ റഷ്യ കനത്ത ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നത്. റഷ്യയുടെ വ്യോമതാവളങ്ങൾ ഡ്രോൺ ആക്രമണം നടത്തിയ 40ഓളം യുദ്ധവിമാനങ്ങൾ ഉക്രൈൻ തകർത്തതിന് പിന്നാലെയാണ് റഷ്യൻ ആക്രമണം ശക്തിപ്പെട്ടത്. എന്തായാലും രാജ്യങ്ങളുടെ ആക്രമണങ്ങൾ ഡ്രോണുകളുടെ നിർണായക പങ്കാണ് വഹിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിനും സുരക്ഷാ ഏജൻസികൾക്കും ഈ പുതിയ ഡ്രോണിന്റെ ഉപയോഗം ഭീകരവിരുദ്ധ പോരാട്ടത്തിലും അതിർത്തി നിയന്ത്രണത്തിലും വലിയ മാറ്റം വരുത്തും. സാങ്കേതിക വിദ്യയുടെ പ്രായോഗികതയും സുരക്ഷിതത്വവും ദൃശ്യങ്ങൾ ഉൾപ്പെടെ കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത്.